അവൾ അണഞ്ഞു തൻ കിടാവിനായി കുരുന്നീളം പുൽനാമ്പറിയാൻ അവിടൊരു ശിലമേൽ കൊണ്ടു അമ്മ തൻ മൂർച്ചയുള്ളൊരായുധാഗ്രം ആ ശിലയിൽ നിന്നുടനടി കണ്ടു മെയ്മുറിയും പോയി ചെന്നിനവും. ഈ കഥ കേട്ടോരായിടാട്ടു തന്ത്രിയും ജ്യോതിഷനും നീതിൻ പൊരുളറിഞ്ഞു. അമ്മയ്ക്ക് നൽകി ചിരട്ട നിവേദ്യം 1000 അങ്ങിരി കേൾക്കാവായി. സാരാംശമോദിയ ശ്രീശങ്കരൻ തന്റെ ഉള്ളിൽ മലയാള മണ്ണിലൊരു സരസ്വതി ക്ഷേത്രം ഇല്ലെന്ന ദുഃഖമുണ്ടായി. ഇതിന് പരിഹാരമറിയുവാൻ ശ്രീശങ്കരൻ പണ്ട് കുടജാദ്രിയിൽ തവം നോറ്റു. ഞാൻ വരാം നിൻ കൂടെയ കേരള മണ്ണിലേക്കായി. തിരികെ നോക്കാതെ എങ്ങുമേ പോവുക, നൂപുരത്താളം കാതോർക്കുക. പെട്ടെന്ന സ്വരം കേൾക്കാതെ ഉടനടി തിരികെ നോക്കി ശ്രീശങ്കരൻ. ഇനി ഞാൻ ഒരടി മുന്നോട്ട് വരികയില്ല. നിന്റെ ഭക്തർക്ക് എന്നെ കാണണമെങ്കിൽ ഇനി എന്റെ അരികിലേക്ക് വരട്ടെ. ഇതിനാലെ പോകാനായി തിരികെ നടന്നു ദേവി. ഇടനാചാര്യൻ താനും ക്ഷമ കേട്ടു ദേവിയോടായി. സങ്കടം കേട്ടോരാ ദേവിയപ്പോൾ മറുവഴിയോതീതു വിധമായി. പുലരി വിവിടയൻ വാണിടാം പറയുക എവിടെയൊരാലയം. ചോറ്റാനിക്കരയിൽ അങ്ങനെ പുലരി ഭഗവതി സരസ്വതിയായി വന്നു. നാരിയായി വരും വിഷ്ണു ലക്ഷ്മിയാമമ്മ. പൊൻപുലരികളിൽ നാദവേദമായി വാണിയായി ഉണരുമമ്മ. ഉച്ച സൂര്യകള നെറുകിൽ അണിയുന്ന ഭദ്രകാളിയാണമ്മ. നീലമേഘമുടയാടൈ അണിയും സാന്ധ്യദുർഗയാണമ്മ. പള്ളിവാളിനാൽ യക്ഷിതൻ ശിരസ് ഛേദനം ചെയ്തൊരമ്മ.